ഹലോ! എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് 2 ദിവസമായി ട്ടോ. ഞാൻ 2 ദിവസത്തേക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാട്ടോ. അപ്പോൾ അമ്മ ഇവിടെ ഓരോ പണിയിലാട്ടോ. രാവിലെ നല്ല വെയിലായിരുന്നു. അപ്പോൾ അമ്മയുടെ മുളകൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടെല്ലാം കഴുകി എടുക്കുവാട്ടോ. ഇവിടെ അധികം ഞങ്ങൾ മുളകും മല്ലിയൊക്കെ വാങ്ങിച്ച് ഇതേപോലെ കഴുകി എടുത്തിട്ട് ഉണക്കിയിട്ട് മില്ലിൽ കൊണ്ട് പൊടിച്ചോണ്ട് വരാറാട്ടോ. മുളക് പൊടിയായിട്ട് വാങ്ങിക്കാറില്ല കടയിൽ നിന്ന്. ഇങ്ങനെ വാങ്ങിച്ചിട്ട് കഴുകി ഉണക്കാറാണ് പതിവ്. അപ്പോൾ രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ വെയിൽ കണ്ടുകൊണ്ട് അമ്മ രാവിലെ തന്നെ വേഗം ഉണക്കാൻ വേണ്ടിയിട്ടെല്ലാം കഴുകി ഇടുന്നതാട്ടോ. ചിലപ്പോൾ ഈ വെയിൽ പിന്നെ കുറച്ച് സമയമല്ലേ ഉണ്ടാവുള്ളൂ. അധിക സമയം ഈ വെയിൽ കാണില്ല. ചിലപ്പോൾ മഴ അത് കഴിയുമ്പോൾ വരും. ഇപ്പം അങ്ങനെ നിന്ന് മഴ പെയ്യുന്നില്ലല്ലോ. ഇടയ്ക്ക് മഴ വരും, വെയിൽ വരും, അങ്ങനെയൊക്കെയാണല്ലോ. അങ്ങനെ പിന്നെ ഞാനും സിദ്ധൂട്ടനും ഇങ്ങനെ നടക്കാൻ പോയി. കുറേ ദിവസം കൂടിയായി ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ നടക്കാൻ പോയി. കുഞ്ഞിനെയൊക്കെ കൂട്ടി അത് അങ്ങനെ ഇങ്ങനെ കാണിക്കാനൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി. പിന്നെ അവിടെ അമ്മ പറഞ്ഞു അവിടെ കൊക്കോ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് നോക്കാൻ വേണ്ടി ഇങ്ങനെ അതൊക്കെ നോക്കി ഇങ്ങനെ നടന്നു. പിന്നെ ഇവിടെ ഈ മഞ്ഞപ്പൂ ആവുന്നൊരു ഈ ചെടിയുണ്ട്. ചെടിയല്ല, ഒരു ഈ കാട് പിടിച്ച ഒരു കാട്. ഇത് നിറച്ച് മഞ്ഞപ്പൂവാവും ട്ടോ. ഇത് ഇഷ്ടം പോലെ അവിടെയൊക്കെ ആയിട്ടോ. മഴയൊക്കെ വന്നപ്പോൾ അത് നല്ലോണം പടർന്ന് അത് കൊത്തിക്കളഞ്ഞാലൊന്നും പെട്ടെന്ന് അത് അങ്ങനെ ഇല്ലാതായി പോവില്ല കേട്ടോ. നിറച്ചും പിടിക്കുന്ന ഒരു അതിൻ്റെ തണ്ടൊക്കെ വീണ് പോയാൽ പിന്നെ ഇഷ്ടം പോലെ കാട് പോലെ പിടിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അത് പിന്നെ കുറച്ച് പൂവൊക്കെ ഞങ്ങൾ പറിച്ചു. കുഞ്ഞിങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് എന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ കുറേ പൂവ് എന്നെ കൊണ്ട് പറിപ്പിച്ചു. കൂട്ടിക്കൊണ്ടുവരും, പൂവ് പറിപ്പിക്കും, എന്നിട്ട് അവന് കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ കുറേ എണ്ണം പറിച്ച് എടുത്ത് പിന്നെ ഇവിടെ വന്ന് പിന്നെ പുറത്ത് തന്നെ ആയിരിക്കും കേട്ടോ. അവനകത്തൊന്നും അധികം ഇരിക്കത്തില്ല, പുറത്ത് തന്നെ ഓടിക്കളിക്കലായിരിക്കും. ഇപ്പോൾ ഇന്ന് വെയിൽ മഴയില്ലാത്തതുകൊണ്ടേ പുറത്ത് കളിക്കാനും ഒരു സുഖമുണ്ട്. മഴയൊക്കെ ആകുമ്പോൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ മടിയായിരിക്കുമല്ലോ. നമുക്കും ഒരു ഇതായിരിക്കും, കുഞ്ഞിനും ഒരു ഇതായിരിക്കും. അങ്ങനെ ഇന്ന് വെയിലൊക്കെ കണ്ടപ്പോൾ പുറത്തങ്ങനെ ഞങ്ങൾ കളിക്കുക കേട്ടോ. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മ എനിക്ക് മഞ്ഞളിൻ്റെ ഇലയൊക്കെ പറിച്ച് തരുന്നുണ്ട്. മഞ്ഞളിൻ്റെ ഇലയും ഞങ്ങൾ ചേമ്പിൻ്റെ ഇലയൊക്കെ പറിച്ചെടുത്തിട്ട് ഇപ്പോൾ കർക്കിടക മാസമൊക്കെ ആണല്ലോ. അപ്പോൾ മഞ്ഞളിലയും അപ്പവും ചേമ്പിൻ്റെ ഇലയുടെ അപ്പമൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ പറിച്ചെടുത്തിട്ടോ. കുറച്ച് കാന്താരിയും പറിച്ചെടുത്ത്. ഇഷ്ടംപോലെ കാന്താരി ഉണ്ട് കേട്ടോ ഇവിടെ. മഞ്ഞൾ ഇവിടെ ഇതേപോലെ അമ്മ ഫുള്ള് അവിടെ നട്ടിട്ട് ഞങ്ങൾ പറിച്ചെടുത്ത് ഉണക്കി പൊടിച്ചെടുക്കലാട്ടോ അധികം. കടയിൽ നിന്ന് വാങ്ങിക്കാതെ അധികം അമ്മ തന്നെ അവിടെ നട്ട് വളർത്തലാട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ വന്നു കേട്ടോ. നല്ല മഴയൊക്കെ വന്നു. ഇപ്പോൾ അധികം സമയം ഉണ്ടായിട്ടില്ല, കുറച്ച് നേരം മഴ പെയ്തു. ഇവിടെ ഇന്ന് മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ മത്തിയായിരുന്നു. അതിനകത്ത് നല്ല മീനിൻ്റെ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. കുറേ മുട്ടയൊക്കെ കിട്ടി മീനിൻ്റെ. കുറച്ച് ഞങ്ങൾ വറക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടോ. കാന്താരി മുളകൊക്കെ ഇട്ട് വാഴയിലയിലാട്ടോ ഇന്ന് ഞങ്ങൾ വറുത്തെടുക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങ അരച്ചും ചാറാക്കിയിട്ടു ഞങ്ങൾ. പിന്നെ മീനിൻ്റെ മുട്ട ഉണ്ടായിരുന്നല്ലോ, അതധികം മുളകൊന്നും ഇടാതെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് ഞങ്ങൾ അതും ഒരു വറുത്ത് എടുത്തു. കുഞ്ഞിനും കൊടുക്കാമല്ലോ വെച്ചിട്ട് അങ്ങനെ അധികം മുളകൊന്നും ഇടാതെ തന്നെ ഞങ്ങൾ അതൊന്ന് വറുത്തെടുത്തിട്ടോ. പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. പിന്നെ പുറത്തൊക്കെ ഇറങ്ങിയത് ഇവിടെ കുറേ കറ്റാർവാഴ നട്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഇങ്ങനെ നോക്കി നടന്നു. അപ്പോഴേക്ക് ഏട്ടൻ വന്നു കേട്ടോ. ഏട്ടൻ വന്ന് പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് മെല്ലെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇരുട്ടാകുന്നതിന് മുന്നേ പോകാൻ വേണ്ടിയിട്ടേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ശരി എന്നാലേ.